21-ാം നൂറ്റാണ്ട് കണ്ട മാനവികതയുടെ മഹാപ്രവാചകന്റെ ഓർമ്മകളുടെ മുമ്പിൽ അശ്രുപൂജകൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ മരണ ചരണങ്ങളുടെ ഈ കാലത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ചർച്ചയാവുന്നത് അദ്ദേഹത്തിന്റെ വിൽപത്രം തന്നെയാണ്. അത് വളരെ ലളിതവും ഹ്രസ്വവുമായിട്ടുള്ള ഒരു വിൽപത്രമാണ്. അതിൽ ഭൗതികമായ യാതൊരു കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആശങ്കകളില്ല, അദ്ദേഹത്തിന്റെ വിചാരങ്ങളില്ല. മറിച്ച് വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ ശവസംസ്കാരം റോമിലെ ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമായ സാന്ത മരിയ മജോറെ എന്ന് പറയുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ നടത്തണമെന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 12 വർഷങ്ങൾ കൊണ്ട് 125-ലധികം തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സാന്ത മരിയ മജോറെ എന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള പുരാതന ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കന്യകാമറിയത്തിന്റെ ദൈവമാതാവിന്റെ അപാരമായൊരു ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ മറിയത്തോട് ചേർന്ന് നിത്യവിശ്രമം കൊള്ളണമെന്നത് ഒരു പുത്രസഹജമായ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ വിൽപത്രത്തിൽ നിഴലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അതിൽ പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഫ്യൂണറൽ ചടങ്ങുകൾ അദ്ദേഹത്തിന് ലഭിക്കണമെന്നുള്ളതാണ്. ആഡംബരത്തിന്റെ ഒരു പ്രൗഢി കൊണ്ടല്ല, ലാളിത്യത്തിന്റെ സൗന്ദര്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തണമെന്ന് എല്ലാ കാലത്തും ലാളിത്യത്തിന്റെ അങ്കികളെ സ്നേഹിച്ചിരുന്ന, ദരിദ്രരുടെ വഴിയിലൂടെ നടന്നിരുന്ന പത്രോസിന്റെ പിൻഗാമി ആഗ്രഹിച്ചിരുന്നു. അത് ഈ അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ വളരെ കൃത്യമായി പ്രകടമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വലിയ സവിശേഷത, ഈ 140 കോടി കത്തോലിക്കരെ നയിച്ചിരുന്ന ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ ആത്മീയ തേജസ്സായിരുന്ന അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ അദ്ദേഹം പറയുന്ന സുന്ദരമായ ഒരു വാക്കുകളുണ്ട്: മൈ മോർട്ടൽസ് റിമൈൻ റെസ്റ്റ് അവൈറ്റിംഗ് ദ ഡേ ഓഫ് റിസറക്ഷൻ. പുനരുദ്ധാന ദിവസത്തെ കാത്തുകൊണ്ട് എൻ്റെ ഭൗതിക ശരീരം മരിയ മജോറെ ബസിലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളണം. അപ്പോൾ അതൊരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിശ്വാസത്തിലുള്ള പ്രഘോഷണമാണ് ആ വിൽപത്രം. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ സുന്ദരമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ഈശോ മിശിഹായിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ മറ്റെല്ലാവരെയും ദുർഭകരാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ലോകത്തിൽ കടന്നുപോയ തീർത്ഥാടന ജീവിതത്തിന്റെ ലക്ഷ്യം, ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെയും പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമായിരുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്ത മിശിഹ തന്നെ ഉയർപ്പിക്കുമെന്നുള്ള അഗാധമായ വിശ്വാസമാണ് ഈ വിൽപത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ഒരു പുനരുത്ഥാന വിശ്വാസത്തെ എത്ര അന്വർത്ഥമാക്കിയ ഒരു മരണമാണ്. ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം അദ്ദേഹം പങ്കെടുത്ത അവസാനത്തെ ചടങ്ങ്, ഉയർപ്പ് തിരുനാളിന്റെ പബ്ലിക് ഓഡിയൻസിലാണ് അദ്ദേഹം ലോകത്തിന് ഊർബിയത്തോർബി അവസാന ആശീർവാദം നൽകുന്നത്. അവസാന പൊതുദർശനം നടന്നു. അപ്പോൾ പുനരുത്ഥാനത്തിലുള്ള വലിയ വിശ്വാസം അത് ലോകത്തോട് അദ്ദേഹം പ്രഘോഷിക്കുകയാണ്. ഒരുപക്ഷെ ഈ മരണാനന്തര ചടങ്ങുകൾ കാണുന്ന സകല മനുഷ്യരും നമ്മൾ ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഇവിടെ പൗരോഹിത്യം അല്ലെങ്കിൽ പത്രോസിന്റെ പിൻഗാമിയുടെ മേൽപ്പെട്ട സ്ഥാനം നിത്യതയുടെ ഒരു അടയാളവും ഓർമ്മപ്പെടുത്തലുമായിരുന്നു എന്ന സുന്ദരമായൊരു സാക്ഷ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ തരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ജീവിച്ചത് ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും അവിടുത്തെ മൂല്യങ്ങൾ നിലനിൽക്കുന്നതാണെന്നും അക്ഷയമായൊരു ജീവൻ അവിടെയുണ്ടെന്നും ലോകത്തോട് കാണിച്ചു കൊടുക്കാനായിരുന്നു ഈ വിൽപത്രം. അത് സുന്ദരമായി കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത, അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം തികഞ്ഞ മാതൃഭക്തനായിരുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തോട് ഇടപെടുകയാണ്. സാന്താ മാർത്തയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാദർ, തുടരാം നമുക്ക്. അപ്പോൾ പരിശുദ്ധ ഭക്തി, ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രചരിപ്പിച്ച 2 പോപ്പുലർ ഡിവോഷനുകളുണ്ട്. അതിലൊന്ന് ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയായിരുന്നു. അദ്ദേഹം ഫിലിപ്പൈൻസ് സന്ദർശിച്ച സമയത്താണ് പറഞ്ഞത്, യൗസേപ്പ് പിതാവിനോട് എനിക്ക് അപാരമായൊരു ഭക്തിയുണ്ട്. അങ്ങനെയാണ് പാത്രിസ് കോർദെ, പിതൃഹൃദയത്തോടെ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പ്രബോധനവും ജോസഫ് ഇയറും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു സ്വകാര്യമായ ഭക്തിയായിരുന്നു കെട്ടുകൾ അഴിക്കുന്ന മറിയത്തോടുള്ള മാധ്യസ്ഥ സഹായം. മേരി അൺടയർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്ന വിഖ്യാതമായ ഒരു ചിത്രം 17-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ഒരു ചിത്രകാരൻ വരച്ച ഒരു ചിത്രമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പഠനകാലത്ത് അദ്ദേഹം ജർമ്മനിയിൽ എത്തുകയും
അവിടെ അദ്ദേഹം ഈ ചിത്രം സൂക്ഷിച്ചിരുന്ന ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് അതിന്റെ ഒരു പകർപ്പുമായിട്ടാണ് അദ്ദേഹം അർജന്റീനയിലേക്ക് തിരികെ പോകുന്നത്. അദ്ദേഹം ചെന്നത് ബോണസൈറസിന് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറു ദ്വീപിലാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അത് അവിടെ പ്രചരിപ്പിക്കുകയാണ്. കുരുക്കുകൾ അഴിക്കുന്ന മറിയത്തോടുള്ള ഭക്തി. ഒരുപക്ഷെ ജർമ്മനിയിൽ സൂക്ഷിക്കുന്ന പാം എന്ന് പറയുന്ന പട്ടണത്തിലാണ് അത് ആ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അവിടെ സൂക്ഷിച്ചിരുന്ന ഒറിജിനൽ പകർപ്പിനേക്കാൾ പോപ്പുലാരിറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ അതിന്റെ കോപ്പികൾക്ക് അർജന്റീനയിൽ കിട്ടുകയും ഒരു വലിയ ഭക്തി രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സങ്കീർണതകളെ ഒക്കെയും അഴിക്കാൻ സഹായിച്ചിരുന്നത് മറിയമാണ്. അതുകൊണ്ട് അദ്ദേഹം മേരി അൺടയർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്ന കുരുക്കുകൾ അഴിക്കുന്ന മറിയത്തോടുള്ള പ്രാർത്ഥനയുടെയും ആ ഒരു അത്ഭുത ചിത്രത്തിന്റെയും ഒരു ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവമാതാവിനോടുള്ള അദ്ദേഹത്തിന് അപാരമായ ഭക്തി ഈ വിൽപത്രത്തിലുണ്ട്. അതുകൊണ്ടാണ് മറിയത്തിന്റെ ചാരെ എനിക്ക് അന്ത്യവിശ്രമം കൊള്ളണം. അദ്ദേഹത്തെ അടക്കുന്ന പിന്നെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് മരിയ മജോറെ ബസിലിക്കയിലെ സാലൂസ് പോപ്പുളി റൊമാനി എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്പലുണ്ട്. റോമൻ ജനത അവരുടെ ആരോഗ്യത്തിന് വേണ്ടി മറിയത്തിനെ ആശ്രയിച്ചിരുന്നു. പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ നാമത്തിലുള്ള ഒരു ചെറിയ ചാപ്പലിനോട് ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്.